അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദ്. സനാബിൽ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ട പഠിതാക്കളെ, 42-ാം സൂറത്ത് ശൂറ തുടരുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് 18 മുതൽ 21 വരെയുള്ള ആയത്തുകൾ ചെറിയ തോതിൽ ഒന്ന് പഠിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. يستعجل بها الذين لا يؤمنون بها. لا يؤمنون بها والذين آمنوا مشفقون منها ويعلمون أنها الحق. والذين آمنوا مشفقون منها ويعلمون أنها الحق. ألا إن الذين يمارون في الساعة لفي ضلال بعيد. ألا إن الذين يمارون في الساعة لفي ضلال بعيد. الله لطيف بعباده يرزق من يشاء. الله لطيف بعباده يرزق من يشاء. وهو القوي العزيز. وهو القوي العزيز. من كان يريد حرث الآخرة نزد له في حرثه. من كان يريد حرث الآخرة نزد له في حرثه. ومن كان يريد حرث الدنيا نؤته منها وما له. ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله. ولولا كلمة الفصل لقضي بينهم. ولولا كلمة الفصل لقضي بينهم. وإن الظالمين لهم عذاب أليم. وإن الظالمين لهم عذاب أليم. عذاب أليم. 18-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ്. അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅതി ലഫീ ളലാലിൻ ബഈദ്. യസ്തഅജിലു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ബിഹ അതിന്, അതായത് നേരത്തെ പറഞ്ഞ ആയത്തിൽ അന്ത്യദിനത്തെപ്പറ്റി അവർ ചോദിച്ചല്ലോ, എന്നാൽ പിന്നെ അതൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്ന്. അത്
ആ ദിനം വരാൻ അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആര്? അല്ലദീന, ഒരു കൂട്ടർ, ലാ യുഅ്മിനൂന ബിഹ, അതിൽ അവർ വിശ്വസിക്കുന്നില്ല, അങ്ങനത്തെവർ. അപ്പം അന്ത്യദിനം സംഭവിക്കുമെന്ന് വിശ്വാസമില്ലാത്തവർ അതൊന്നും ഇങ്ങോട്ട് വേഗം വരട്ടെ എന്നിങ്ങനെ ധൃതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലദീന ആമനു, എന്നാൽ വിശ്വസിച്ചവർ, മുസ്ഫിഖൂന മിൻഹ, അതിന് ഭയമുള്ളവരാണ്. അതിനെപ്പറ്റി, ആ അന്ത്യദിനം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ഭയമാണ് അവർക്കുള്ളത്. വയഅലമൂന, അവർ അറിയുന്നു, അന്നഹ, തീർച്ചയായും ആ അന്ത്യദിനം, തീർച്ചയായും അത് അൽ ഹഖ്, സത്യം തന്നെയാണ് എന്നവർക്ക് അറിയാം. അല, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലദീന യുമാറൂന, തർക്കം നടത്തുന്നവർ, സംശയിച്ച് തർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇന്നല്ലദീന, തീർച്ചയായും, അല്ലദീന, ഒരു കൂട്ടർ, യുമാറൂന, അവർ തർക്കം ഉന്നയിക്കുന്നു, ഫിസ്സാഅത്തി, അന്ത്യദിനത്തിൻ്റെ വിഷയത്തിൽ. അവർ ലഫി, തീർച്ചയായും ലഫി വലാലിൻ, വഴികേടിൽ തന്നെയാകുന്നു, ബഈദ്, അകന്ന അല്ലെങ്കിൽ വിദൂരമായ വഴികേടിൽ തന്നെയാകുന്നു അവർ. ഇതിൻ്റെ ചെറിയ തോതിലൊരാശയം, ഒരു ചെറിയ വിവരണമാണ് ഇവിടെ പറയുന്നത്. അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്തവർ അതിനെങ്ങനെ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, വേഗം അതൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പരിഹാസ രൂപത്തിൽ. അതാണ്, അല്ലാതെ അന്ത്യദിനം വേഗം വന്നാൽ സ്വർഗത്ത് പോകാലോ എന്നുള്ളതല്ല. അവരുദ്ദേശിക്കുന്നത് പരിഹാസമാണ്. നീ പറയുന്നുണ്ടല്ലോ മുഹമ്മദ്, അന്ത്യദിനം സംഭവിക്കും, അന്ത്യദിനം എന്ത് തൊട്ടാലും പിടിച്ചാലും യൗമുൽ ഖിയാമത്ത് നാൾ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ ഒരുമിച്ച് കൂടും, നിങ്ങളെ വിചാരണ നടത്തും, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് ശിക്ഷയുണ്ട്, നരക ശിക്ഷയുണ്ട്, നല്ലവർക്ക് സ്വർഗമുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പറയല്, ഇങ്ങനെ എന്തോ ഒരു കെട്ടുകഥകളെ പോലെ ഇങ്ങനെ ഉട്ടോപ്യൻ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കാലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണെങ്കിൽ, ഒരു പരിഹാസ രൂപത്തിൽ അവരുടെ സംസാരം, അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് വരട്ടെ, അത് ഞങ്ങളതൊന്ന് കാണട്ടെ. മറ്റു ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആകാശത്ത് നിന്ന് കഷ്ണങ്ങൾ ഞങ്ങളുടെ മുകളിൽ ഉതിർന്ന് വീഴട്ടെ. ആകാശം പൊട്ടിപ്പിളരുന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആകാശം പൊട്ടിപ്പിളരുമെങ്കിൽ അതിങ്ങനെ പൊട്ടി കഷ്ണമായിട്ട് ഞങ്ങളുടെ മേത്തേക്ക്, ഞങ്ങളുടെ മുമ്പിൽ വീഴട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേഹത്ത് വീഴട്ടെ എന്നൊക്കെ പരിഹാസ രൂപത്തിൽ ആ മക്ക മുശ്രിക്കുകൾ അഥവാ അന്ത്യദിനത്തിൽ വിശ്വാസമില്ലാത്തവർ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരിങ്ങനെ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നു, കാരണം അവർക്ക് വിശ്വാസമില്ലല്ലോ. എന്നാൽ വിശ്വാസികളായ ആൾക്കാർ മുസ്ഫിഖൂന മിൻഹ, അത് ഭയമാണ്. അന്ത്യദിനം സംഭവിച്ചാൽ വരാനിരിക്കുന്ന ഭയാനകമായ അവസ്ഥകളെ സംബന്ധിച്ച്, അവിടുത്തെ നൃത്തവും വിചാരണയും നരകവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഗൗരവമായ കഠിനമായ ആ അന്ത്യദിനത്തിൻ്റെ ആ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വിശ്വാസമുള്ളവർ അതിനെ സംബന്ധിച്ച് എപ്പോഴും പേടിയാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക, അവിടെ പോകുക തന്നെ വേണമല്ലോ, ഒരുമിച്ച് കൂടുക തന്നെ വേണം, അത് സത്യമാണ്. അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന ഭയവിഹ്വലതകൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് അവർ ഭയപ്പാടിലാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ, അവർക്കറിയാം ഇത് സത്യമാണെന്ന്. തുടർന്ന് പറയുന്നത് അല്ലാഹു, അലാ ഇന്നല്ലദീന യുമാറൂന ഫിസ്സാഅത്തി ലഫീ ളലാലിൻ ബഈദ്. ഈ അന്ത്യദിനത്തെ സംബന്ധിച്ച് തർക്കമുന്നയിക്കുന്ന, നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ യഥാർത്ഥത്തിൽ അതിവിദൂരമായ വഴികേടിൽ പെട്ടതുകൊണ്ടാണ് അവരിങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 19-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലതീഫുൻ, അവൻ സൗമ്യമുള്ളവനാണ്, അഥവാ അനുകമ്പയുള്ളവനാണ്, അല്ലെങ്കിൽ കാരുണ്യം നൽകുന്നവനാണ്, കരുണ നൽകുന്നവനാണ് എന്നൊക്കെ അർത്ഥം പറയാം. ലത്തീഫ് ബിഇബാദിഹി, തൻ്റെ അടിമകളോട് കരുണയോടുകൂടെ അല്ലെങ്കിൽ വാത്സല്യത്തോടുകൂടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവനാണ് അല്ലാഹു. യർസുഖു, അവൻ ഉപജീവനം നൽകും, ഭക്ഷണം നൽകും, മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വഹുവ, അവൻ അൽ ഖവിയ്യു, ശക്തനാണ്, അൽ അസീസ്, പ്രതാപിയുമാകുന്നു. ഇതാണ് പ്രധാന പദാർത്ഥം. ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ പറയുന്നത്
അള്ളാഹു ലത്തീഫും ബിഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളോട് വളരെയേറെ അനുകമ്പയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കരുണ ചെയ്യുന്നവനാണ് പടച്ച റബ്ബ്. ലത്തീഫ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമവിശേഷണമാണ്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിലൊന്നാണ്. ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് പല പണ്ഡിതന്മാരും. ഇമാം ഖുർത്തുബിയൊക്കെ വളരെയേറെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ലത്തീഫിനെ സംബന്ധിച്ച് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അപ്പോൾ ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലും പല രൂപത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ തൊട്ട് താഴെ പറഞ്ഞത് എന്താ? യർസുഖു മയ്യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഭക്ഷണം നൽകുന്നു എന്നാണ്. വേറെ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വിശാലമാക്കി കൊടുക്കും, അല്ലാത്തവർക്ക് അത് അള്ളാഹു ഇടുങ്ങിയതാക്കി കുടുസാക്കി നൽകും ഭക്ഷണം, അതായത് ജീവിത വിഭവങ്ങൾ. അതുതന്നെ ഈ ഭക്ഷണം അള്ളാഹു നൽകി എന്നുള്ളത് അവിടെയും അള്ളാഹുവിൻ്റെ ലുത്ഫ് അല്ലെങ്കിൽ അള്ളാഹു ലത്തീഫാണ്. അള്ളാഹു വളരെ അനുകമ്പയും വാത്സല്യവും കരുണയുമൊക്കെ കാണിക്കുന്നവനാണ് അടിമകളോട് എന്ന് നമുക്ക് വ്യക്തമാണെന്ന്. കാരണം മനുഷ്യന് ആവശ്യമായ ഭക്ഷണം ഒറ്റയടിക്ക് ഒറ്റത്തവണയായിട്ടല്ല അള്ളാഹു നൽകിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അങ്ങനെയാണ് നൽകിയിരുന്നത് വിചാരിക്കും നിങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും ഒറ്റത്തവണയായി അവൻ ജനിക്കുന്ന സമയത്താണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്തൊരു വിഷമമായിരിക്കും അതുകൊണ്ടുണ്ടാവുക. അവൻ തിന്നു തീർക്കേണ്ടതായ ഭക്ഷ്യധാന്യങ്ങളിലെ എത്ര കിൻഡലുണ്ടാവും ആലോചിച്ച് നോക്കി. ഓരോരുത്തരും എത്ര കിൻഡൽ ഭക്ഷ്യസാധനങ്ങളാണ് അവൻ ജനിച്ചത് മുതൽ മരിച്ചു പോകുന്നത് വരെ അവൻ തിന്നു തീർക്കുന്നത്. ആ ഭക്ഷ്യസാധനങ്ങളെല്ലാം ഒറ്റയടിക്ക് അവൻ ജനിക്കുന്ന സമയത്ത് അള്ളാഹു അവനങ്ങോട്ട് കൊടുത്തിരിക്കാന്ന് വിചാരിക്കും. എന്തൊരു പ്രയാസമായിരിക്കും ഈ ലോകത്തുള്ള ജനസംഖ്യ, കോടിക്കണക്കായ ജനസംഖ്യ. ഈ ജനങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷ്യവിഭവങ്ങളൊക്കെ ജനിക്കുന്ന സമയത്തായിട്ട് കൊടുത്തണമെങ്കിൽ ഇതെവിടെ സൂക്ഷിച്ചു വെക്കുക? ഇതെവിടെ സൂക്ഷിച്ചു വെക്കും? ഇതിന് എത്ര വേറെ ഹൗസുകൾ വേണ്ടി വരും നിങ്ങൾ ആലോചിച്ച് നോക്കും. പിന്നെ ഭൂമിയിൽ തന്നെ സ്ഥലം ഉണ്ടാവില്ല. ഒന്ന് ഭക്ഷ്യസാധനത്തിൻ്റെ മാത്രം ഒരു ഭക്ഷ്യവിഭവം മാത്രം മതിയോ മനുഷ്യൻ്റെ ഉപജീവനത്തിന്? നിങ്ങൾ ആലോചിച്ച് നോക്കി. മറ്റെന്തെല്ലാം സംഗതികൾ വേണം? വസ്ത്രം വേണം, വെള്ളം വേണം, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം എന്തൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, പറഞ്ഞാൽ തീരൂല. മരുന്ന് വേണം, അല്ലേ? രോഗം വരൂലേ? മരുന്ന് വേണ്ടേ? അതുപോലെ മഴയിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള സൗകര്യം വേണം, വെയിലത്തുനിന്ന് സംരക്ഷണം കിട്ടാനുള്ളത് അത് വേണം. അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള എത്രയോ ആവശ്യങ്ങളുണ്ട്. അവയൊക്കെ പടച്ച റബ്ബ് ഒറ്റത്തവണയായിട്ട് ഒന്നിച്ചാണ് നൽകിയിരുന്നത്. ഈ കിട്ടിയ മനുഷ്യന് അതുകൊണ്ടാകെ ഇടങ്ങാറാവും. ഇതുവരെ എവിടെ സൂക്ഷിക്കുക, എങ്ങനെ ഇപ്പോൾ കൊണ്ടു നടക്കുക, ഇതെങ്ങനെ കേടുവരാതെ ഇതിനെ നിർത്തുക, ആകെ കഷ്ടപ്പെടും. എന്നാൽ അള്ളെന്താ നിശ്ചയിച്ചത്? ഓരോ മനുഷ്യനും ആവശ്യമായ ഉപജീവനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഭക്ഷണമായിട്ടും അല്ലാത്തതായിട്ടും അതാതിൻ്റെ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് അള്ളാഹു നൽകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് 1 കിലോ അരിയാണ് വെക്കേണ്ടതെങ്കിൽ ആ 1 കിലോ ആയിട്ട് എടുത്തിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെക്കുന്നു. അതുപോലെ ഇതിൻ്റെ വിളവ് കിട്ടുന്നത് വർഷവും വിളവ്, അല്ലെങ്കിൽ മാസവും ഓരോ വസ്തുക്കളും അങ്ങനെയാണ്. ഓരോ കൃഷിയും ഓരോ സമയത്തെ വിളവെടുപ്പ്. അതിൻ്റെ സമയാസമയത്ത് പുതിയ വിളവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആവശ്യാനുസരണം സമയത്ത് തന്നെ തരുന്നു. അത് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ഏറ്റവും വലിയ കാരുണ്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്ന ഗുണവിശേഷണത്തിൻ്റെ വലിയൊരു ഭാഗമാണെന്ന് ഒരുപാട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും കേട്ടോ, ഞാൻ എണ്ണി പറഞ്ഞാൽ തീരൂല. അങ്ങനെ അള്ളാഹു തൻ്റെ അടിമയോട് വളരെയേറെ വാത്സല്യമുള്ളവനാണ്. അവിടെ കഴിഞ്ഞില്ല. എത്രമാത്രം തെറ്റുകൾ, ധിക്കാര പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിലക്കിയിട്ടുള്ള എത്ര കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നു. അള്ളാഹു നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ എത്രയാണ് മനുഷ്യന്മാർ ഉപേക്ഷ വരുത്തുന്നത്. ഇത് വിശ്വാസികളുടെ കാര്യത്തിൽ. ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ പുറമെയുള്ള ഏതെല്ലാം സൃഷ്ടിജാലങ്ങളെയാണ് അവർ ആരാധ്യ വസ്തുക്കളാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ മുസ്ലിങ്ങൾ തന്നെയും അള്ളാഹുവിനെ വിട്ട് വേറെ ഏതൊക്കെ വലിയരെയും സ്വീകരിച്ച് അവരോട് പ്രാർത്ഥനകളും അവരിൽ തവക്കുലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ, അരുതെന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ, ശിർക്ക് വരെയുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ അള്ളാഹു ശിക്ഷിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവരെ പിടിച്ച് ശിക്ഷിക്കുന്നില്ല. അവർക്കും കൊടുക്കുന്നു അള്ളാഹു വെള്ളം, അവർക്കും കൊടുക്കുന്നു അള്ളാഹു വായു,
അവർക്കും കൊടുക്കുന്നു അള്ളാഹു ഭക്ഷണം, അവർക്കും കൊടുക്കുന്നു അള്ളാഹു വസ്ത്രം. ആലോചിച്ച് നോക്ക്, ആരെയും സൃഷ്ടിക്കുന്നില്ല. അർഹമർ റാഹിമീൻ റഹ്മാനാണ്. റഹ്മാൻ അത്ര കാരുണ്യമുള്ളവനാണ്. അതും ലത്തീഫ് എന്ന വിശേഷണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് നോക്കിയാൽ ഒരു സ്രഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന ആൾക്കാർ വേറെ ചിലരുണ്ട്. അതിൽ കുറേ രൂപമാറ്റും, അവർ വിചാരിച്ചതിൽ നിന്ന് അവരുടെ വിശ്വാസത്തിൽ പിഴവൊക്കെ പറ്റിയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു തന്നെ ഇല്ല, ഒരു സ്രഷ്ടാവ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ധിക്കരിച്ച് നിഷേധിച്ച് നടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനും അള്ളാഹു സർവ്വ ഉപജീവനവും കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ലുത്തുഫ്, അള്ളാഹുവിൻ്റെ വാത്സല്യം അല്ലെങ്കിൽ അവൻ്റെ കരുണ, ഇതൊക്കെയാണത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു കബറാളികളെ, അതും ദ്രവിച്ചു പോയ കബറാളികളിലേക്ക് നോക്കുന്ന, എന്നിട്ട് അള്ളാഹു പറയുക, ഇമ്മഹത്ത് ആസാറുഹും വൽ മഹല്ലത്ത് സുവറുഹും, അവരുടെ അടയാളങ്ങളൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പോലുള്ള ഒരു അടയാളം പോലും ഇല്ല. അതുപോലെ അവരുടെ രൂപങ്ങളൊക്കെ ആണെങ്കിൽ ദുർബലമായി പോയിരിക്കുന്നു. അവരുടെ ശരീരം, അവരുടെ രൂപം, അതൊക്കെ പോയി, മണ്ണായി, മണ്ണടിഞ്ഞു പോയി. വബഖിയ അലൈഹിമുൽ അദാബ്, ശിക്ഷയാണെങ്കിൽ അവർക്ക് ഇവിടെ അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു. ബർസഖിലുള്ള ശിക്ഷ, ഖബറിലുള്ള ശിക്ഷ അവർക്ക് അങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതേ സമയത്ത് അവരുടെ അടയാളങ്ങൾ പോലും ലോകത്തുനിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ രൂപം തന്നെ ഇല്ലാതെയായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും അവർ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അള്ളാഹ് പറയുക, അനൽ ലത്തീഫ്, ഞാൻ വളരെയേറെ വാത്സല്യമുള്ളവനാണ്. വ അന അർഹമുർ റാഹിമീൻ, ഞാൻ കരുണാനിധികളിൽ ഏറ്റവും വലിയ കരുണാനിധിയാണ്. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണ്. ഖഫിഫു അൻഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷ ഒന്ന് ഇളവ് ചെയ്തു കൊടുക്കൂ എന്ന് അള്ളാഹു ആ ശിക്ഷയുടെ മലക്കുകളോട്, അല്ലെങ്കിൽ അതിന് കൽപ്പിക്കപ്പെട്ടവരോട് അള്ളാഹ് പറയുക. അപ്പോൾ അവർക്ക് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നു. നോക്കുക, ഇത്രമാത്രം കാരുണ്യമാണ് അല്ലെങ്കിൽ അനുകമ്പയാണ് അള്ളാഹുവിന് സൃഷ്ടികളോടുള്ളത്. തുടർന്ന് 20-ാമത്തെ ആയത്ത്, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ഇനി അള്ളാഹു വേറെ ചില കാര്യം ഓർമ്മപ്പെടുത്തണം. മനുഷ്യർ രണ്ട് ജാതിയാണല്ലോ, വിശ്വസിച്ചവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്, പരലോക ഭയമുള്ളവരുണ്ട്, ഭയമില്ലാത്തവരുണ്ട്. അപ്പോൾ അവരെ പറ്റി അള്ളാഹു പറയാം, മൻ കാന യുരീദു, മൻ ആരെങ്കിലും, കാന യുരീദു അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നു അങ്ങനത്തെവരാണെങ്കിലേ, ഹർസ് കൃഷി അഥവാ അവൻ്റെ വരുമാനം അല്ലെങ്കിൽ പ്രതിഫലം എന്നൊക്കെ അർത്ഥം പറയാം. ഹർസ് ആഖിറത്ത്, പരലോകത്തിൻ്റെ. അപ്പോൾ ആരെങ്കിലും പരലോകത്തേക്കുള്ള കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നസിദ് ലഹു, അവന് നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. നസിദ് വർദ്ധിപ്പിച്ചു കൊടുക്കും, ലഹു അവന്, ഫി ഹർസിഹി അവൻ്റെ കൃഷിയിൽ, ഫി ഇൽ ഹർസ് കൃഷി, ഹി അവൻ്റെ. അപ്പോൾ അവൻ്റെ കൃഷിയിൽ നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. നേരെ മുറിച്ച് വമൻ കാന, മറ്റാരെങ്കിലും വേറൊരുത്തൻ, യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, ഹർസ് കൃഷി, ഇഹലോകത്തിൻ്റെ, ദുനിയാവിൻ്റെ. അപ്പോൾ ആരെങ്കിലും ദുനിയാവിലെ കൃഷി, ദുനിയാവിലെ വിഭവം അല്ലെങ്കിൽ ദുനിയാവിലെ വരുമാനം, അതാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നുഅ്തിഹി നാം അവന് നൽകും, മിൻഹ അതിൽ നിന്നുള്ളത് നൽകും. അതായത് ഇഹലോകത്തു നിന്ന് അവന് കിട്ടേണ്ടത് നാം അവന് നൽകും. വമാ ലഹു അവന് ഉണ്ടായിരിക്കില്ല, വമാർന ഇല്ല, മാ ഇല്ല, ലഹു അവന്, വമാ അവനില്ലതാനും, വമാ ലഹു അവനില്ലതാനും, ഫിൽ ആഖിറത്തി പരലോകത്ത്, മിൻ നസീബ് ഒരു ഓഹരിയും ഇല്ല, ഓഹരിയിൽ നിന്ന് യാതൊന്നും തന്നെ അവന് പരലോകത്ത് ഉണ്ടാവുകയുമില്ല. ഇവിടെ മനുഷ്യൻ്റെ ആത്മാർത്ഥത, വിശ്വാസം, നിഷ്കളങ്കത, അതിലൊക്കെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യന്മാരിവിടെ പല തരത്തിലുള്ള അമല് ചെയ്യും, പക്ഷെ അവിടെ അവൻ്റെ വിശ്വാസവും അവൻ്റെ നിഷ്കളങ്കത, ഇഖ്ലാസവും കൃത്യമായിട്ടില്ലെങ്കിൽ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഫലമില്ലാതെയായി പോകും. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്.
കുറേ പണിയെടുത്താൽ പോരെ, കുറേ അമൽ ചെയ്താൽ പോരാ. ആ അമൽ കൊണ്ട് നാളെ പരലോകത്തുള്ള നേട്ടമാണ്, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, സ്വർഗം ലഭിക്കലാണ് എന്നുള്ള ബോധവും ചിന്തയും ഇഖ്ലാസും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാതെ കുറേ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവനത് നാം വർദ്ധിപ്പിച്ചു കൊടുക്കും. വിശദീകരിക്കുന്നുണ്ട്. പരലോകത്തെ കൃഷി എന്ന് പറഞ്ഞാൽ, പരലോകത്തേക്കുള്ള കൃഷി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള താഴത്താണ്, അനുസരണം, അഥവാ അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കാതെ ജീവിക്കുക എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ അവന് പരലോകം ഉദ്ദേശിച്ചു കൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്കിൽ നാം പരലോകത്ത് അവൻ്റെ കൃഷി വർദ്ധിപ്പിച്ചു കൊടുക്കും, ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകും. 10,000 70,000 700,000 അതിനപ്പുറവും എല്ലാമുള്ള അളവിൽ അള്ളാഹു അത് വർദ്ധിപ്പിച്ച് നൽകും. ഇനി നേരെ മറിച്ച് ഇഹലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളാണ്, ഐഹിക വിഭവമാണ്, ഐഹിക ലാഭമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെയുണ്ട്. ദുനിയാവിലേക്കുള്ള ആഖിറത്തിലേക്കുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. ദുനിയാവിൽ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൽ നമ്മൾ പഠിച്ചതാണ്, നാളെ പരലോകത്ത് അള്ളാഹു 3 പേരെ വിചാരണക്ക് കൊണ്ടുവരുന്ന സംഭവം. ആ സംഭവത്തിൽ 3 പേര് എന്ന് പറഞ്ഞാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാണ്. ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി എന്നുള്ളത്. അവനോട് അള്ളാഹു ചോദിക്കുക പരലോകത്ത് വെച്ചിട്ട്, നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി, പടച്ചവനെ, നീ എനിക്ക് തന്ന ആയുസ്, എനിക്ക് തന്ന ജീവൻ, അതിന്നാലിന്ന യുദ്ധത്തിൽ നിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, അവിടെ വെച്ച് ഞാൻ ഷഹീദായിട്ടുണ്ട്. അള്ളാഹ് പറയുന്നത്, നീ പറയുന്നത് കളവാണ് മനുഷ്യ എന്നാണ്. എന്താ പറയുന്നത്? കദബ്ത, നീ പറയുന്നത് കളവാണ് മനുഷ്യ. നീ യുദ്ധം ചെയ്തതും ഷഹീദായതുമൊക്കെ നീ വലിയൊരു യോദ്ധാവാണ് എന്ന് ജനങ്ങൾ നിന്നെപ്പറ്റി പറയണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ടായിരുന്നു നീ അങ്ങനെ യുദ്ധം ചെയ്തത്. യുദ്ധക്കളത്തിലേക്ക് പോയതും അടരാടിയതും ഒക്കെ നീ ഒരു യോദ്ധാവാണ് എന്ന് നിന്നെപ്പറ്റി ജനങ്ങൾ പറയണം. അതാണ് നിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. നിൻ്റെ മരണത്തിന് ശേഷം, നിൻ്റെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം നിന്നെപ്പറ്റി ആ ജനത നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നീ വലിയ യോദ്ധാവാണ്, വലിയ ധീരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വേണ്ടിയല്ല നീ അത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവനെ നരകത്തിലേക്ക് അയക്കാനാണ് പറയുന്നത്. അതുപോലെ വലിയൊരു പണ്ഡിതൻ ഇന്ന് വലിയൊരു അതാണ് നമ്മൾ മനസ്സിരുത്തേണ്ടതാണ്. വലിയൊരു പണ്ഡിതൻ, ഒരുപാട് പേർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതൻ, ഒരുപാട് ദീനീ കാര്യങ്ങൾ പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി, അവനെ പടച്ചവൻ ഹാജരാക്കുകയാണ്. ആലിമിനെ ചോദിക്കുന്ന ഇതേ ചോദ്യം, നീ എന്ത് ചെയ്തു എന്ന്, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാ ചോദ്യം. അവൻ പറയും, നീ എനിക്കൊരുപാട് വിജ്ഞാനം നൽകി, ആ അറിവൊക്കെ ഞാൻ നിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി ഒരുപാട് പേർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ നിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ എന്നിലൂടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയുന്നതും ഇവനോടും പറയുന്നതും കദബ്ത, മനുഷ്യ, നീ പറയുന്നത് കളവാണ് നീ പറയുന്നത്. നീ പഠിച്ചതും നീ അത് പ്രബോധനം ചെയ്തതും ഒക്കെ യുഖാല ആലിമുൻ വഖീല എന്നാണ്. ഇത് നീ വലിയൊരു പണ്ഡിതനാണ് എന്ന് നിന്നെപ്പറ്റി പറയണം. അത് നിൻ്റെ ജീവിതകാലത്തുണ്ടായിട്ടുമുണ്ട്. അത് എനിക്ക് വേണ്ടി ചെയ്തതല്ല, നരകത്ത് പൊയ്ക്കോന്നും പറഞ്ഞ് അവനെയും നരകത്തിലേക്കാണ് ഇടുന്നത്. വലിയൊരു ധർമ്മിഷ്ഠനാണ് വേറൊരുത്തൻ. അവനോട് അള്ളാഹ് ചോദിക്കുന്നത് ഇതേ ചോദ്യം. അവൻ്റെ മറുപടി, നീ എനിക്ക് തന്ന സമ്പത്ത് മുഴുവനും ഞാനിതാ നിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹു അവനോടും പറയുന്നത്, നീയും പറയുന്നത് കളവാണ് മനുഷ്യ. നീ സമ്പത്ത് ചെലവഴിച്ചതൊക്കെ നീ വലിയൊരു ധർമ്മിഷ്ഠനാണ് എന്ന് നിന്നെപ്പറ്റി ജനങ്ങൾ അറിയണം, ജനങ്ങൾ അങ്ങനെ പറയണം നിന്നെപ്പറ്റി. അത് ഉദ്ദേശിച്ചു കൊണ്ടാണ് നീ ചെയ്തത്. അതുകൊണ്ട് നിനക്ക് ഇഹലോകത്തൊന്നും ഈ ആഖിറത്തിൽ നിനക്കൊന്നുമില്ല. നിനക്ക് കിട്ടാനുള്ളതൊക്കെ ദുനിയാവെന്ന് കിട്ടിയിട്ടുണ്ട്, നരകത്ത് പോയിക്കോന്നാണ് പറയുന്നത്. വലിയൊരു ഹദീസാണ്, വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണ്. നമ്മൾ ആലോചിക്കണം. ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നിഷ്കളങ്കമായ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ വെറുതെയാണ്, അമലുകളൊക്കെ വെറുതെയാണ്. ഇന്നിപ്പോൾ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ ആരും ഉദ്ദേശിച്ച് പറയാൻ നിങ്ങൾ വിചാരിക്കേണ്ട. വലിയ വലിയ പേരും പത്രാസിനും വേണ്ടിയിട്ട്, പേരിനും പെരുമക്കും വേണ്ടിയിട്ട് ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് ജനം അംഗീകരിക്കണം, ലോകം അംഗീകരിക്കണം. അതിനുവേണ്ടി വേഷം കെട്ടി, പണ്ഡിത വേഷധാരികൾ അങ്ങനെ പറയേണ്ടത്, വേഷം കെട്ടി നടക്കുന്ന കുറേ പണ്ഡിതന്മാരുണ്ടെന്ന് ലോകത്ത്. അത് നമ്മൾ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ട് ഈ തരത്തിലുള്ള ഒരു വേഷം കെട്ടി, പണ്ഡിത വേഷം കെട്ടി നടക്കുക. ഒരുപാട് അനുയായികളെ സൃഷ്ടിച്ചെടുക്കുക, ഒരുപാട് ഫാൻസ്, അങ്ങനെയുള്ള, ഇപ്പോൾ എല്ലാത്തിനും ഫാനാണല്ലോ. അപ്പം
ഒരുപാട് ഫാനുകളെ സൃഷ്ടിച്ചെടുക്കുക. എന്നിട്ടിങ്ങനെ ലോകത്ത് മുഴുവനും ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു പണ്ഡിതനല്ല, ആലിമാണ്, അല്ലാമയാണ്, ശംസാണ്, കമറാണ്, കുത്തുബാണ്, മറ്റതാണ്, മറച്ചതാണ് എന്നുള്ള പേരും പറഞ്ഞിട്ട് ജനങ്ങളെ പിന്നിൽ നിർത്തിക്കൊണ്ട് വലിയ പുള്ളിയായി ചവയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ദീനി പണ്ഡിതന്മാർ. എന്താണ് അവർക്ക് നാളെ സംഭവിക്കുക അള്ളാഹു ആലം. ഏതായിരുന്നാലും നിഷ്കളങ്കതയില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. അപ്പോൾ ഇതാ പറഞ്ഞത്, എന്ത് ദുനിയാവിൻ്റെ വിഭവമാണ്, ദുനിയാവിലെ കൃഷിയാണ്, ദുനിയാവിലെ വരുമാനമാണ്, ദുനിയാവിലെ പേരും പ്രശസ്തിയുമാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിൽ നുഅ്തി മിൻഹ, അത് നാം അവന് നൽകും. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, അവന് ഈ പരലോകത്തൊന്നും ഉണ്ടാവില്ല, ഒരു ഓഹരിയും അവനുണ്ടാവില്ല. ഈ ആയത്ത് യുദ്ധവിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം നമുക്ക്. അതായത് യുദ്ധക്കളത്തിലേക്ക് ഒരാൾ പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും അവൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്നും അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണമെന്നും ഷഹീദായാൽ സ്വർഗം ലഭിക്കണമെന്നും ഇല്ലെങ്കിൽ ജിഹാദ് ചെയ്തതിനുള്ള പ്രതിഫലം ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്, ആ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പോകുന്നതെങ്കിൽ അവരത് സ്ഥിരപ്പെടും, നാളെ പരലോകത്തത് ലഭിക്കും. ഇനി അതല്ല, അവൻ പോകുന്നത് യുദ്ധത്തിൽ ലഭിക്കുന്ന സ്വത്തുക്കൾ ഗനീമത്ത്, അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ അത് വലിയ സമ്പത്തുണ്ടാവും, ആ ഗനീമത്ത് ലഭിക്കണം എന്ന് വിചാരിച്ചാണ് ഒരാൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ അതവന് കിട്ടും, അവന് പരലോകത്തൊന്നും ബാക്കിയുണ്ടാവില്ല എന്നും റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. എല്ലാം പരസ്പര പൂരകം തന്നെ, എല്ലാ വ്യാഖ്യാനങ്ങളും, എല്ലാ വിശദീകരണങ്ങളും ഒരേ ആശയത്തിലേക്ക് തന്നെ പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി 21-ാമത്തെ ആയത്ത്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും വഇന്നൽ ളാലിമീന ലഹും അദാബുൻ അലീം. അം അതല്ല, ലഹും അവർക്കുണ്ടോ, ശുറക്കാ പങ്കാളികളുണ്ടോ, ശറഉ അവർ നിശ്ചയിച്ചിട്ടുണ്ട്, ലഹും ഇവർക്ക്, മിനദ്ദീനി മതത്തിൽ നിന്ന്, മതത്തിൻ്റെ നിയമങ്ങളായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ പങ്കാളികളുണ്ടോയെന്നാ ചോദ്യം. മാലം യഅ്ദൻ അനുവദിച്ചിട്ടില്ലാത്തത്, ബിഹി അത് അനുവദിച്ചിട്ടില്ല അള്ളാഹു അത് അനുവദിച്ചിട്ടില്ല, മാലം യഅ്ദൻ ബിഹില്ല. അപ്പോൾ അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അള്ളാഹു മതനിയമമായി അനുവദിച്ചിട്ടില്ലാത്ത, നിശ്ചയിച്ചിട്ടില്ലാത്ത വേറെ ചില കുറേ നിയമങ്ങൾ അവർക്ക് മതനിയമമായി അനുവദിച്ചു കൊടുത്ത വേറെ പങ്കാളികളുണ്ടോ എന്ന് അള്ളാഹിൻ്റെ ചോദ്യം. തുടർന്ന് പറയാം, വലൗലാ കലിമത്തുൽ ഫസ്ലി, ആ തീരുമാനത്തിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, അത് മുമ്പ് വന്നിട്ടില്ലെങ്കിൽ, അതായത് അന്ത്യദിനം സംഭവിക്കും, ലോകത്തിനൊരു അവസാനമുണ്ട്, അന്നാണ് ശിക്ഷകളൊക്കെ, കണക്ക് ചോദ്യമൊക്കെ അന്നാണ് എന്നത്, ആ തീരുമാനത്തിൻ്റെ കലിമത്ത് അഥവാ വാക്യം സ്ഥിരപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, മുമ്പ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖുദിയ തീർച്ചയായിട്ടും വിധി നടത്തപ്പെടുമായിരുന്നു, ബൈനഹും അവർക്കിടയിൽ വിധി നടത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരങ്ങ് നശിപ്പിക്കും, ചെയ്തതിൻ്റെ ശിക്ഷ അപ്പം തന്നെ അത് കൊടുക്കുമായിരുന്നു എന്ന്. വഇന്നൽ ളാലിമീന തീർച്ചയായും അക്രമികൾ, ലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. നേരത്തെ നമ്മൾ 13-ാമത്തെ ആയത്തിൽ പഠിച്ചല്ലോ, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക്കാന്ന് തുടങ്ങിയിട്ടുള്ള ആയത്ത്. അതായത് അള്ളാഹു പറയുകയാണ്, അള്ളാഹു വിശദീകരിച്ച് തരികയാണ്, നിങ്ങൾക്ക് അള്ളാഹു മതനിയമമായി നിശ്ചയിച്ച് തന്നിട്ടുണ്ട് കുറേ നിയമങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം, മതത്തെ മുഴുവൻ നിങ്ങൾക്ക് നിർണയിച്ച് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് പടച്ചറബ്. ഇനി അതൊക്കെ അങ്ങ് വിട്ട് അള്ളാഹു നിങ്ങൾക്ക് മത നിയമമായി നിശ്ചയിച്ച് തരാത്ത, അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ തന്നെ നിങ്ങൾക്ക് തോന്നിയതായ കുറേ കാര്യങ്ങൾ മതനിയമമായിട്ട് നിശ്ചയിക്കുക, അങ്ങനെയുള്ള വല്ല പങ്കാളികളും നിങ്ങൾക്കുണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ കിതാബിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയിലും എന്താണോ മതനിയമമായി കാണുന്നത് അത് ആചരിക്കുക, അംഗീകരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി, ഓരോ വിഭാഗങ്ങളും തൻ്റെ കക്ഷിത്വത്തിൻ്റെ, തൻ്റെ കക്ഷിയുടെ, സംഘത്തിൻ്റെ, സംഘടനയുടെ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ അടിമകളാക്കിയോ അതുപോലെ ജനങ്ങളെ
തൻ്റെ കീഴിൽ നിൽക്കുന്ന ചെൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളോ ആക്കി മാറ്റിയിട്ട് അവരുടെ പണം അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ എല്ലാ മതങ്ങളിലും ഇത് കാണാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലാത്ത മതനിയമങ്ങൾ അത് നിയമമായി നിശ്ചയിച്ചു തരുന്ന ഏതെങ്കിലും പങ്കാളി, അവിടെ സുറക്കാന്ന് പറഞ്ഞത് പങ്കാളികൾ എന്നാണ്. അള്ളാഹുവിന് മാത്രമേ മതനിയമം നിശ്ചയിച്ചു തരാനുള്ള അധികാരമുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് പോലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മതനിയമമായിട്ട് നിശ്ചയിക്കുന്നത്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നുന്നത് മതത്തിൻ്റെ നിയമമായി നിശ്ചയിച്ചു കൊടുക്കല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിന് അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഇന്നതാണ് മതം, ഇന്ന രൂപത്തിലാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിശ്ചയിച്ചു കൊടുക്കുക. നമസ്കാരം അത് ഇങ്ങനെയാണ്, ഇന്ന രൂപത്തിൽ. ഹജ്ജ് ഇന്നതാണ്, ഇന്ന രൂപത്തിലാണ്. സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതാണ്, നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ചെറുതും വലുതുമായ സർവ്വ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂല് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് മതനിയമങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം, അതിനുള്ള അവകാശം അള്ളാഹുവിൽ മാത്രം പരിമിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തിനോ മതനിയമമായിട്ട് നിശ്ചയിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുവാദവും കൽപ്പനയും ഒന്നുമില്ലാതെ സ്വന്തം നിലക്ക് മതത്തിൻ്റെ നിയമങ്ങളായി നിശ്ചയിക്കുന്ന പങ്കാളികൾ അവിടെ ശിർക്ക് തന്നെ, ശുറക്കാവ് തന്നെ, ശരീക്ക് എന്നാണ്. അത്തരത്തിലുള്ള ശിർക്കന്മാർ നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് അള്ളാഹിൻ്റെ ഒരു ഗൗരവത്തിലുള്ളൊരു താക്കീതുവാ, വലൗലാ കലിമത്തുൽ ഫസ്ലി ലഖുദിയ ബൈനഹും. ഒരു തീരുമാനത്തിൻ്റെ ദിവസം വരാനുണ്ട്, അന്നാണ് തീരുമാനവും ശിക്ഷയും എന്നുള്ള അള്ളാഹുവിൻ്റെ കലിമത്ത്, അള്ളാഹുവിൻ്റെ വാക്യം മുമ്പ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവരെ പിടിച്ച് ശിക്ഷിക്കുമായിരുന്നു. ആരെ? പുതിയ മതത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരെ, ബിദ്അത്തുകളെ സുന്നത്തുകളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെ, അള്ളാഹുവിൻ്റെ മതത്തിലില്ലാത്ത കാര്യങ്ങൾ മതത്തിൻ്റെ ആചാരമാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിക്കുന്നവരെ, അങ്ങനെയുള്ളവരൊക്കെ അള്ളാഹു ലഖുദിയ ബൈനഹും, അവരെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധി അവരിൽ നടപ്പാക്കുമായിരുന്നു, അവരെ നശിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയാ, ഇങ്ങനെയുള്ള അക്രമികൾ, ഇങ്ങനത്തെ പറ്റി അള്ളാഹ് പറഞ്ഞ വൈന ദ്വാലിമീൻ, അള്ളാഹുവിൻ്റെ മതത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ അവരൊക്കെ അക്രമികളാണ്. വൈന ദ്വാലിമീൻ, അത്തരത്തിലുള്ള അക്രമികളൊക്കെ ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നിശ്ചയിച്ച മതനിയമങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കുക. അള്ളാഹു നിശ്ചയിക്കാത്തത് മതത്തിൻ്റെ നിയമമായിട്ട് ആരെത്ര വലിയ ആൾ പറഞ്ഞാലും ശരി, അത് ഒഴിവാക്കുക, അത് തള്ളിക്കളയുക. അത് ഇസ്ലാമല്ല, അത് ഇസ്ലാമിൻ്റെ നിയമമല്ല, മതനിയമമല്ല. പഠിക്കുക, മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിക്കുക, ആചരിക്കുക. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിൻ്റെ മതനിയമങ്ങളനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.